ഈ വർഷത്തെ ഒരു കിടിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് ദുരന്തർ ഓഫർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരാഴ്ച മുമ്പാണ് ഈ പടം റിലീസായത്. എൻ്റെ ഇന്നാണ് പടം കാണാൻ സാധിച്ചത്. മെയിൻലി ഈ പടത്തിന്റെ ഡ്യൂറേഷൻ അതിന് അനുസരിച്ചുള്ള ഒരു ടൈം സെലക്ട് ചെയ്തിട്ട് വേണമായിരുന്നു പോയി കാണാൻ. ഞാൻ ഇന്നത് സാധിച്ചു. ആൻഡ് ട്രസ്റ്റ് മീ, ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടം എനിക്ക് ഓഫർ ചെയ്തത്. എൻ്റെ പല വീഡിയോസിലും പല സിനിമകൾക്കും ഞാൻ കിടിലൻ എക്സ്പീരിയൻസ് എന്ന് പറയാറുണ്ട്. ഇതിന് മാത്രം എന്താണ് ഇത്രയ്ക്കും യൂണീക്ക് ആയിട്ടുള്ളത് നിങ്ങൾ പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ എക്സാക്ട് പറയുകയാണെങ്കിൽ പടത്തിന്റെ ഓപ്പണിംഗ് ഷോട്ട് തൊട്ടിട്ട് അവസാനം വരെ അതിലവർ പറഞ്ഞു പോകുന്ന നമ്മുടെ റിയലിൽ നടന്ന ഇൻസിഡൻസിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയിൽ നടന്ന പല സംഭവങ്ങളുടെയും ബേസ് ചെയ്തുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ, അതിനത്രത്തോളം ഓരോ സീൻ ബൈ സീനിലും പല കാര്യങ്ങളും ടൈം എടുത്ത് ഓരോ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ കഥയിലേക്ക് കൊണ്ടുവരാൻ എടുത്തിട്ടുള്ള ഒരു പേസിങ്, അല്ലെങ്കിൽ അതിനെടുത്തിട്ടുള്ള ഒരു ടൈമിംഗ് ഒക്കെ തന്നെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവാതെ സിനിമയിൽ പലയിടത്തും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നമ്മൾ തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. അത് ആക്ച്വലി ഈ ഒരു സിനിമയ്ക്ക് പോയപ്പോൾ എനിക്കത് മനസ്സിലായുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് അത് ഏതാണെന്നുള്ളത് കണ്ടവർക്ക് അറിയാം. ആൻഡ് അത് ശരിക്കും നമുക്കൊരു എന്താ പറയാ, ഒരു ട്രോമ തരുന്ന പോലത്തെ ഒരു സീനായിരുന്നു അത്. ആൻഡ് ഒരു എ റേറ്റഡ് മൂവിയാണ്, അതുകൊണ്ട് അത്രത്തോളം വയലന്റ് സീൻസുകൾ ഈ സിനിമയിലുണ്ട്. പെർഫോമൻസ് വൈസ് ഈ സിനിമയിൽ ആര് മികച്ചു നിന്നു എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല. കാരണം എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫുള്ളി ഒരു പാകിസ്ഥാനിൽ നടക്കുന്ന സ്റ്റോറി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു അണ്ടർവേൾഡിൽ നടക്കുന്ന മാഫിയ ഗാങ് വാൾസ്, അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവി. ആൻഡ് അതിൽ എന്താണ് അവർക്ക് യൂണീക്ക് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ നടന്ന പല സംഭവങ്ങൾ, പ്രത്യേകിച്ച് 1999 തൊട്ടിട്ട് 2008 അല്ലെങ്കിൽ ഒരു 2009 വരെ നടന്ന ചില പ്രധാന സംഭവങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സിനിമ പോകുന്നത്. ആൻഡ് ഇതിന് എടുത്തു പറയേണ്ടത് ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. അതിൽ ആരൊക്കെ മികച്ചു നിന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. പ്രത്യേകിച്ച് ഇതിൽ രൺവീർ സിംഗിന്റെ ക്യാരക്ടർ, അർജുൻ രാംപാൽ, അക്ഷയ് ഖന്ന, ആ മനുഷ്യൻ ഏതൊരു സീനിൽ വന്ന് നിന്നാലും നമ്മൾ ജസ്റ്റ് ഇതിപ്പോ OTT വരുമ്പോൾ നിങ്ങൾ ആ സീൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കും, ആ ക്യാരക്ടറിന്റെ ഫുൾ ഒരു സ്ക്രീൻ പ്രസൻസ് എന്താണെന്നുള്ളത് ആ ഒരാളുടെ വരവും നിൽപ്പും സംസാരവും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ തന്നെ എവിഡന്റ് ആണത്. ആൻഡ് അതുപോലെ തന്നെ സഞ്ജയ് ദത്തിന്റെ ആ ഒരു എൻട്രി എനിക്ക് വളരെയധികം പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഈ സിനിമയിലത്തെ ഒരു എൻട്രി സഞ്ജയ് ദത്തിന്റെ ആയിരുന്നു. ആ ഒരു പെർഫെക്റ്റ് ഒരു ടൈമിങ്ങിൽ വേണം, അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് ആണ് ഈ സിനിമയിലെ കഥ പറഞ്ഞു പോകുന്നത്. ആ ഒരു ഓരോ ടൈമിലും ഓക്കെ ഈ ഒരു മൊമെന്റിൽ വേണം ഈ ഒരു ആന്റഗോണിസ്റ്റിന്റെ എൻട്രി വരാൻ എന്നൊരു പ്രോപ്പർ വിഷൻ ഡയറക്ടർക്ക് ഉണ്ടാവും. ആ ഒരു പ്രോപ്പർ വിഷൻ നമുക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് അതിന്റെ മ്യൂസിക് ആയാലും ശരി, അതിന്റെ സിനിമാറ്റോഗ്രഫി, ആക്ഷൻ എല്ലാം തന്നെ മികച്ച് നിൽക്കുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ വിചാരിക്കും ഓക്കെ ഈ ഒരു വർഷത്തെ നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതുവരെയുള്ള ലിസ്റ്റുകളിലൊക്കെ കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ചൊന്നും വരാനില്ല എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില മൂവികളുടെ ഒരു എൻട്രി ഉണ്ടാവും. എൻ്റെ ആ ഒരു കൂട്ടത്തിലേക്ക് എനിക്ക് ആഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് ദുരന്തർ. ആൻഡ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് മാർച്ച് 19, 2026 റിലീസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പടം അവസാനിച്ചിട്ടുള്ളത്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. OTTക്ക് വന്നിട്ട് കാണാം, അല്ലെങ്കിൽ ഇത്രയും ഡ്യൂറേഷൻ ഉള്ളതല്ലേ OTT വന്നിട്ട് കാണാം എന്നുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു തോട്ടാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പല സിനിമകൾക്കും ഐ റിപ്പീറ്റ്, പല സിനിമകൾക്കും ഞാൻ പറയാറുണ്ട് നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്ത് കാണാം, നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്ത് കാണാം എന്നുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ നല്ലൊരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് മാത്രമല്ലാതെ തന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ഒരു ട്രൂ ഇൻസിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടൊരു മൂവി എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാവും. ഓക്കെ എനിക്ക് ഈ ഒരു സിനിമ എങ്ങനെയാണെങ്കിൽ കാണണം എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ശരിക്കും ഇതിന്റെ റിയൽ സ്റ്റോറി അറിയാതെ നിങ്ങൾ പോയി കാണുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റോറി എന്താണെന്നുള്ളത് തപ്പിപ്പിടിക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒന്ന് റിസർച്ച് ചെയ്യുക എന്നുള്ളതേ ഞാൻ പറയൂ. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പടം കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം. കൂടുതൽ സ്റ്റോറിയിലേക്കൊന്നും കിടക്കാതെ നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്ത് ഇപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്.